അല്ലേട്ടാ, 3 ആഴ്ച കൂടെ കഴിഞ്ഞാ 3 ആഴ്ച കഴിഞ്ഞ അതല്ല, 3 ആഴ്ച കൂടെ കഴിഞ്ഞ് എനിക്ക് 7 മാസം തുടങ്ങില്ലേ, കൂട്ടിക്കൊണ്ടു പോകും വീട്ടിലോട്ട്. സത്യം പറഞ്ഞ എനിക്ക് പോളന്നില്ല. എടി നമ്മുടെയൊക്കെ കുടുംബത്തിലൊരു രീതി വെച്ച് 7 മാസത്തേക്ക് കൂട്ടിക്കൊണ്ട് പോണല്ലോ. നമ്മുടെ വീട്ടുകാര് ഇവിടുത്തെ ഒരു സാധാരണ നാട്ടുകിടപ്പ് വെച്ച് 7 മാസം കൂട്ടിക്കൊണ്ടു പോയി. പ്രസവം അവിടുന്ന് പിന്നെ കൊച്ചിനൊരു 6 മാസമൊക്കെ ആകുമ്പോഴല്ലേ ഇങ്ങോട്ട് വരണത്. പക്ഷെ എനിക്ക് അത്ര നാളൊന്നും ചേട്ടനെ മിസ് ചെയ്തിരിക്കാൻ പറ്റൂല നീ കേട്ടോ. എന്താ വിചാരിച്ച എനിക്ക് കാശ്മീരിലെന്നാണ്? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വഴിയില്ലല്ലോ. അല്ലേട്ടാ, ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കണ്ടേ, പ്രസവം ഇവിടെ വെച്ചാക്കിയാലോ? പ്രസവം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് എടി വന്നാലോ? പക്ഷെ അതിന് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? ശരിയാ, എല്ലാരും സമ്മതിക്കുമൊന്നും അറിയത്തില്ല. പക്ഷെ പ്രസവം കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടാ. അമ്മയും വേണമെങ്കിൽ, എൻ്റെ അമ്മ വേണമെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. പിന്നെ മാത്രമല്ല, ഇവിടെ ആകുമ്പോൾ ചേട്ടനും ഉണ്ട്, ചേട്ടൻ്റെ അമ്മയുണ്ട്. എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് ചേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഉള്ള പോലെ അല്ല. പ്രസവിച്ച് കിടക്കുമ്പോൾ അങ്ങനെയൊന്നും അവിടെ വരാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് ചേട്ടനെ എപ്പോഴും ഞാൻ കാണാമല്ലോ. എന്തായാലും എൻ്റെ അമ്മയോട് ചോദിക്കാം. എന്തായാലും ഞാൻ എൻ്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടൻ ഇവിടുത്തെ അമ്മയോട് ചോദിച്ചു നോക്ക്, എന്താ അഭിപ്രായം അറിയാലോ. ശരിയടി, ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അമ്മയോട് പോയി ചോദിച്ചു നോക്കട്ടെ കേട്ടാ. സമ്മതിച്ചാ മതിയായിരുന്നല്ലേ. എന്റെ ദൈവമേ, ഈശ്വരാ നന്ദി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് പോണേന് എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കുഞ്ഞിനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ. അയ്യോ, അവള് പറയാൻ തോന്നിയല്ലോ, ദൈവമേ നന്ദി. നാട്ടുകാരൊക്കെ ചിലപ്പോൾ കുറച്ചു പേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും, പെണ്ണ് എന്താണ് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പ്രസവം കഴിഞ്ഞ് നിൽക്കണേന്നൊക്കെ ചോദിച്ചെന്നിരിക്കും. കുഴപ്പമില്ലടാ, നാട്ടുകാരെയൊക്കെ ആര് നോക്കണ്? നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, അവളുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ. നമുക്ക് അവളെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. എടാ, ഞാൻ നോക്കിക്കോളാടാ അവളെ കൊച്ചിനെയും. എൻ്റെ പൊന്നോ, നിന്റെ കൊച്ചു നമ്മുടെ ഇവിടുത്തെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല, ഒന്നുമില്ല. അമ്മ നോക്കിക്കോളാടാ, അമ്മ നോക്കിക്കോളാം. ഹലോ ഗൈസ്, ഒരു മിനിറ്റ്. മാമാർത്തിന്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. പ്രൊഡക്റ്റ് പേര് വേറൊന്നുമല്ല, മാമാർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് വിത്ത് നീം ആൻഡ് ടീ ട്രീ. ഇത് വിത്ത് ആഡഡ് മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. കൂടാതെ തന്നെ നമ്മുടെ സ്കിൻ പ്യൂരിഫിക്കേഷന് വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. നോൺ ഡ്രൈയിങ് ആണ്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പർക്ക് യൂസ് ചെയ്യാം. പിന്നെ അലർജൻ ഫ്രീ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീമും ടീ ട്രീ ആണ്. അത് ഈ നീം എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റി ബാക്ടീരിയസ് ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ടീ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ സൂത്ത് ചെയ്യാനും അതുപോലെ ഇന്റൻസ്ലി മോയ്സ്ചറൈസ് ചെയ്യാനും ഡീപ്ലി ക്ലെൻസ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ മമാർത്തിന്റെ കിട്ടിലൻ സോപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം. നമ്മുടെ വെറ്റ് ബോഡിയിൽ ഈ മമാർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ മമാർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ഫ്രീ പ്രൊഡക്റ്റുകളാണ്. അതായത് ഇവർ യൂസ് ചെയ്യുന്നതൊക്കെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഉണ്ട്. വെബ്സൈറ്റ് വഴി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഏർലി ആക്സസ് ടു സെയിലും എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. ഇതൊന്നും കൂടാതെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും പർപ്പിളിലൊക്കെ ഇവരുടെ പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ പോലും ഇപ്പം മമാർത്ത് അവൈലബിൾ ആണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. മമാർത്ത് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായമാകും. ഈയിടെ അവരുടെ ഒണിയൻ ഷാമ്പൂവിൽ ബെസ്റ്റ് ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി അവർ കുറേ ഇന്നോവേഷൻസും റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് താല്പര്യമുള്ളവർ വാങ്ങിക്കുക, യൂസ് ചെയ്യുക, അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു. അല്ലേ, നീ ഇപ്പൊ എന്നാ വർത്തമാനമാടി ഇപ്പൊ എന്നോട് ചോദിച്ചേ? സ്വന്തം മോളുടെ ആദ്യത്തെ പ്രസവം നോക്കാൻ വേണ്ടി, ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി നീ ഇവിടെ വന്ന് നിൽക്കുന്നതൊക്കെ ആഗ്രഹിച്ച് ദിവസം മുന്നോട്ട് എണ്ണി എണ്ണി ഇരിക്കുന്ന ഒരു അമ്മയടുത്ത് ചോദിക്കാൻ പറ്റിയ വർത്താനോട് നീ ചോദിച്ചേ? നീ മിണ്ടിപ്പോരുത് എന്റെ പൊന്നുമോളെ. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഇത്രയൊക്കെ മാറ്റം വരുമെന്ന് അമ്മ വിചാരിച്ചില്ല. എടി, നിനക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ മാത്രം മതിയല്ലടി. അല്ലേലും അറിയാടി, കല്യാണം കഴിഞ്ഞ പിന്നെ നിന്നെ ജനിപ്പിച്ച തന്തയും തള്ളയും നിനക്ക് വേണ്ട. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, നിന്നെ പഠിപ്പിച്ച് നിനക്ക് എല്ലാ സൗകര്യം തന്ന നിന്റെ തന്തയും തള്ളയും നിനക്ക് വേണ്ട. അതിന്റെ ഒരു ഇതല്ലേ നീ ഇപ്പൊ കാണിക്കുന്നേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളോട് ഇച്ചിരി നന്ദി ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഈ വർത്താനം ചോദിക്കുവോടി? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ അമ്മ മതിയായിരുന്നല്ലോ നിനക്ക്, സ്വന്തം അമ്മയെ വേണ്ട. ഇവിടെ വന്ന് നിൽക്കാൻ പോലും നിനക്ക് മടിയായിരുന്നല്ലോ. എടി മോളെ, ഒരു കൊല്ലം അല്ല ആയുള്ളൂ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷമാണ് നിനക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയൊക്കെ കിട്ടിയത്. അതുവരെ നിനക്ക് ആരാ ഉണ്ടായിരുന്നേ? നിനക്ക് നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നിന്റെ മാതാപിതാക്കള് അല്ലേ? അവരെ വിട്ട് പിരിയുന്നതിനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പുറന്തള്ളി സംസാരിക്കുന്നതിനോ നിനക്ക് ഒരു നാണക്കേടും ഇല്ല, ഒന്നുമില്ല, ഒരു വിഷമവും ഇല്ല. ഞാൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക.
നാട്ടുകാർ വല്ലതും അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പറയുള്ള സൈനത്താത്തെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ ചങ്ക് പൊട്ടി മരിക്കും. അത്രയും നീ മരണമൊക്കെ നോക്കിയിരിക്കും. അത് ആരേലും അറിഞ്ഞ നാണക്കേട്. എടി, ഞങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടാന്ന് പറയില്ലടി. നീ അങ്ങനെ വല്ലതും ചിന്തിച്ചോ? നാട്ടുകാരെന്നാ പറയും? നമുക്കിവിടെ വഴിയില്ലാത്തോണ്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ പൈസ ഇല്ലാത്തോണ്ടാ അവളെ നോക്കാനുള്ള ബുദ്ധിമുട്ടാ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാ, അല്ലെങ്കിൽ നിന്റെ തള്ളയെ കൊണ്ട് കൊള്ളില്ലാത്തോണ്ടാന്ന് പറയത്തില്ല. എന്റെ പൊന്നു മോളെ, ഇത്രയും നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഞാൻ പറഞ്ഞ അമ്മ മറന്നേക്ക്. പ്രസവം കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്നോളാം. ആ ശരി, അത്രേ ഉള്ളൂ. ഈ തീരുമാനത്തിന് മാറ്റമൊന്നും വേണ്ട. പ്രസവം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാന്നുള്ള അഭിപ്രായം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും വിളിച്ചേക്കണ്ട. സമ്മതിക്കുന്നത് പ്രശ്നമില്ല, കേട്ടല്ലോ? ആ ശരി. അല്ലേ ഓക്കെ, എങ്ങനെ പറയാൻ ജോലി? പ്രസവം കഴിഞ്ഞ് അങ്ങോട്ട് പോവാന്ന് ഇപ്പൊ സമ്മതിച്ചു തന്നെ ഞാൻ.